അപ്പോൾ അതാ ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. രാവിലെ വന്നതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഒരുറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ്. മുഖത്ത് അത്യാവശ്യം നല്ല ടയേർഡാണ്. സൗണ്ടും ഒക്കെ കുറച്ച് പ്രശ്നമായിട്ടിരിക്കുക. അപ്പം നമുക്ക് കുറച്ച് പുറത്ത് കാഴ്ചകൾ കാണാം. ഇത് നമ്മുടെ കുടുംബ വീട്ടിലാണ് കേട്ടോ. പല്ലി. അപ്പോൾ ഇതാ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇവിടെ ഒരാളതേ ഗൗരവത്തിൽ ഇരിക്കുന്നു. ഭയങ്കര ദേഷ്യത്തിലാണ് ഗൈസ്. ആരും മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ദേഷ്യത്തില്ല. മിട്ടു മിട്ടു ഒരാളതേ ഉറക്കത്തിൽ നിന്ന് നമ്മളെ കണ്ടുകൊണ്ട് എഴുന്നേറ്റ്. ഹലോ ഹലോ ഹലോ. കുറുമ്പത്തിയാണ് ഗൈസ്, കുറുമ്പത്തി. ഇപ്പം എനിക്ക് മാന്ത് കിട്ടും. സോ നമുക്ക് പുറത്തെ കാഴ്ച കാണാം. ഏത് പണിയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തോ ഒരു പോവാ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. പുതിയൊരു ചെടിയാണ്, പുതിയതായിട്ട് ഞാൻ കാണുന്ന ചെടിയാണ്. കറിവേപ്പിലുണ്ട്, റോസ്, അതുപോലെ പപ്പരയ്ക്ക കണ്ടോ. ഇവിടെ നാരകം പിടിച്ചിരിക്കുന്നു. എനിക്കങ്ങനെ ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല, കാരണം ഈ ചെടിയൊക്കെ നശിച്ചു പോകും. ഇതിനകത്തൊന്നും ചവിട്ടാൻ പറ്റില്ലല്ലോ. അവിടുത്തെ പാവയ്ക്ക പിടിച്ച് പഴുത്ത് ഇതായി കിടക്കുന്നു. പിന്നെ ഇത് നമുക്ക് ബഡ് ചെയ്ത പ്ലാവാണ് കണ്ടോ. ഇവിടെയും ഇതുപോലെ പപ്പരയ്ക്കൊക്കെ ഉണ്ട്, മുരിങ്ങ, വാഴ, അങ്ങനെ കുറേ ചെടി. ഞാനങ്ങനെ അപ്പുറത്തോട്ട് ഇങ്ങനെ വീട്ടിൽ അപ്പുറത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കേ അവിടെ ഞാനൊരു സാധനം കണ്ടു. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മരത്തിൽ എന്തോ കിടക്കുന്നതാണ്. നമുക്കങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. നിറയെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കങ്ങോട്ട് പോയി നോക്കാം. ഇത് കേട്ടോ, കണ്ട ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മാവിൽ നിറയെ മാങ്ങ പിടിച്ചിട്ടുണ്ട് കണ്ടോ. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പഴുത്ത് നല്ല മധുരമുള്ള നല്ല മാങ്ങ നമുക്ക് കുറേ കിട്ടും. വീട്ടിലെ കറിയുടെ ആവശ്യത്തിന് നമ്മൾ ഈ മാങ്ങ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പപ്പായ നിൽക്കുന്നു ഗൈസ്. അതിൻ്റെ മുകളിലായിട്ട് ഒരു വാഴക്കൊല. സോ ഗൈസ്, ഇനി നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണാൻ പോവാം. സോ ഗൈസ്, വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും കുറേ തക്കാളി ചെടി കേട്ടോ കണ്ടോ. പിന്നെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് പച്ചയായത് നിറയെ കൊക്കുണ്ട് ഗൈസ് കണ്ടോ. ഒരെണ്ണം എന്താ പഴുത്തേക്കുന്നു. നമുക്കിതിനെ പറിച്ചെടുത്താലോ നമുക്കിവനെ. പക്ഷെ എൻ്റെ കൈ എത്തത്തില്ല കേട്ടോ. ഭാഗ്യവശാൽ എൻ്റെ കൈ അവിടെ വരെ എത്തത്തില്ല. സോ ഗൈസ്, നമുക്ക് നേരത്തെ കണ്ട സാധനം പറിക്കാൻ പോവാം. എനിക്കത് തിന്നാൻ എന്തോ ഭയങ്കരമായിട്ടും തോന്നി. ഇതാണ് നമ്മുടെ മുത്തശ്ശിമാവ്. ഞാൻ ജനിച്ച കാലം മുതൽ ഞാൻ കണ്ടും കഴിച്ചും വളർന്ന മാവാണിത്. മാവിനല്ല കേട്ടോ, മാങ്ങേൻ്റെ കഴിച്ചത്. കുറേ മാങ്ങ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് അപ്പുറത്തെ വീട്ടിൽ പോയി നോക്കാം ആ സാധനം തിന്നാൻ കിട്ടുമെന്ന്. മാമ്പഴം മാമ്പഴോ മൽഗോവ മാമ്പഴോ. അപ്പോൾ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ പോയി നോക്കാം. നമ്മൾ ആ സാധനം നോക്കാൻ പോവാം കേട്ടോ. ഇവിടെ നിറയെ കണ്ണിമാങ്ങ വീണടക്കുന്നു ഗൈസ്. ഇവിടെ ഞാൻ വന്നപ്പോഴാണ് വേറൊരു സാധനം എൻ്റെ കണ്ണിൽ പെട്ടത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ. ഇതാണ് കമ്പിളി നാരങ്ങ. പക്ഷെ ഇത് താഴെക്കിടന്ന് കിട്ടിയതാട്ടോ ഇത്. പക്ഷെ ഇത് കേടാണെന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്കെന്തായാലും നോക്കാം ഗൈസ്. എനിക്ക് പൊക്കമില്ലാത്തതുകൊണ്ട് അത് എത്തുന്നില്ല ഗൈസ്. ഞാൻ തോട്ടി വെച്ച് എൻ്റെ പരമാവധി നോക്കി, പക്ഷെ എനിക്ക് എത്തുന്നില്ല. ഇതെല്ലാം എനിക്കെത്തുന്നാലും ദൂരെ നിൽക്കുന്നു കണ്ടോ. എല്ലാം ദൂരെ കണ്ടോ. പക്ഷെ ഞാൻ എന്നാലും തോൽവി സമ്മതിക്കാൻ തയ്യാറല്ല. ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി നോക്കാൻ പോവാം. നമ്മുടെ മാവ് മുത്തശ്ശി കുറേ മാങ്ങകളുമായിട്ട് ഇങ്ങനെ നിൽക്കുക. നമുക്ക് ആ മാങ്ങ എന്തൊക്കെ ചെയ്യാം. പഴുത്ത് കഴിഞ്ഞാൽ അത് ജ്യൂസ് അടിക്കാം. നോമ്പ് വരുന്നതല്ലേ,
നോമ്പ് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് അതിനകത്തുനിന്ന് എന്താ നിറച്ചും പഴുത്ത മാങ്ങ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മീൻകറിക്കകത്ത് ഇടാം, അച്ചാറുണ്ടാക്കാം, മാങ്ങ നമുക്ക് ഉപ്പിലിട്ട് കഴിക്കാം. ഇവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങ. തോറ്റ ചരിത്രം എൻ്റെ ഡിക്ഷണറി ഇല്ല, അങ്ങനെയൊക്കെ ഞാൻ പറയട്ടെ. അപ്പോഴേ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി അവരോട് ചോദിച്ചിട്ട് അവർ പറിച്ച് എന്നിട്ടെങ്കിലും തിന്നാന്ന് വെച്ച് പോയപ്പോൾ അവിടെ വിളിച്ചിട്ട് ആരും അനക്കം കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത തന്ത്രമായിട്ട് പുറപ്പെടുക. നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഈ തോട്ടി ഉപയോഗിച്ച് അത് പറിക്കാനാണ് ഇനി എൻ്റെ ശ്രമം. അപ്പം അതെങ്കിലും നടക്കുമെന്ന് നമുക്ക് നോക്കാം. സോ ഗൈസ്, ഞങ്ങളുടെ തോട്ടിയായിട്ട് ഇവിടെ വന്നിട്ടാ നമുക്ക് പറിക്കാൻ പറ്റുമോ നോക്കാം. ഞാനങ്ങനെ സാധനം പറിച്ച് അതിലെ ഒരു സാധനം നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് ഏതറ്റം വരെ പോയി ഞാൻ തയ്യാറാവും. കണ്ട 2 എണ്ണം കിട്ടി. നല്ല സൂപ്പർ മണം, കൊതിയാവുന്നു എനിക്ക് കണ്ടിട്ട്. നമ്മൾ തോട്ടുകൊണ്ട് പറിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. സാരമില്ല, നമുക്ക് കഴുകിയിട്ട് കുറച്ച് ഉപ്പും മുളകും കൂടി ഇട്ട് തിന്നുവാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ നല്ല ഉപ്പിട്ട മാങ്ങയും കമ്പിളി നാരങ്ങയും, ഈ സാധനത്തിൻ്റെ പേരെനിക്കറിയത്തില്ല, ഇതിനെ ഞങ്ങൾ സ്റ്റാർ പുളി എന്ന് വിളിക്കുന്നത്. സ്റ്റാർ ഫ്രൂട്ട്, സ്റ്റാർ പുളി എന്തോ. മുളക് പൊടി, എണ്ണയും ഉപ്പും കൂടി ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കിത് മിക്സ് ചെയ്യാൻ താല്പര്യമില്ല, ഓരോന്നോരോന്നായിട്ട് കഴിക്കണം, അതുകൊണ്ട്. പിന്നെ ഇവിടെ ചുക്കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിക്കാം. ഗൈസ്, നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കണം. ഓ, സൂപ്പർ സാധനം. അധികം പുളിയില്ല, മധുരമുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ. ഞാൻ പറയാം ചുക്കാപ്പി കുടിക്കാൻ പോകും. സ്വർഗം. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ ബൈ.